അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? മുലയൂട്ടുന്ന പെണ്ണുങ്ങൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, ഇവർ കുട്ടികളുടെ മേൽ ഭയപ്പെട്ടിട്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ നോമ്പ് ഖളാ വീട്ടുന്നതോടുകൂടെ അവർ ഓരോ ദിവസത്തിനും മുത്തു കൊടുക്കേണ്ടി വരും. നോമ്പിന്റെ പകലിൽ ആരെങ്കിലും സ്വന്തം ഭാര്യയെ ജിമാഅ് ചെയ്ത് നോമ്പ് ഒഴിവാക്കിയാൽ അലൈഹി ഷഹ്റൈനി മുതതാബിഅൻ, 2 ഷഹ്റാനി മുതതാബിഅൻ, തുടർച്ചയായ 2 മാസം നോമ്പ് നോൽക്കേണ്ടി വരും. പഴയ കാലത്താണെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്ന് അടിമയില്ല. രണ്ടാമത്തെ മാർഗം 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുക. മനസ്സിലായില്ല? നോമ്പിന്റെ പകലിൽ ജിമാഅ്, ശാരീരികമായി ബന്ധം പുലർത്തി സ്വന്തം ഭാര്യയെ നോമ്പിന്റെ പകലിൽ ശാരീരികമായി ബന്ധം പുലർത്തിയാണ് നോമ്പ് മുറിച്ചതെങ്കിൽ അവർ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കേണ്ടി വരും. ഇതിന്റെ രസം എന്താണെന്നറിയോ? 59ാമത്തെ ദിവസം നോമ്പ് മുറിഞ്ഞാൽ, പകൽ നോമ്പ് മുറിഞ്ഞു പോയാൽ ഇനി 2 മാസം. തിരിഞ്ഞില്ല? മനസ്സിലായോ? അതിന് മെനക്കെടണ്ട എന്നർത്ഥം. എന്താ അങ്ങനെ മെനക്കെടരുത്? മനസ്സിലായോ? തർക്കമില്ലാത്ത മസലയാണ് ഇതൊക്കെ. ഇതിൽ തർക്കമില്ല. എങ്ങനെ നോമ്പിന്റെ പകലിൽ ഭാര്യയെ പ്രാപിക്കാൻ പാടില്ല. ജിമാഅ് കൊണ്ട് ഒരാൾ നോമ്പ് മുറിച്ചു നോമ്പിന്റെ പകലിൽ, ശാരീരിക ബന്ധം കൊണ്ട് നോമ്പിന്റെ പകലിൽ നോമ്പ് മുറിച്ചാൽ അയാൾ അടിമയുണ്ടെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കേണ്ടിയിരുന്നു. അടിമ വിമോചനത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യമാണ്. കാരണം ഇന്നതില്ലല്ലോ. അങ്ങനെയാണ് ഇസ്ലാം വഴിയാണ് ഇവിടെ അടിമ സമ്പ്രദായം പിന്നീട് ഇല്ലാതെയായത്. അതാണ് ഇതിന് കാരണം. 2 മാസം തുടർച്ചയായി നോമ്പ് എടുക്കണം. 2 മാസം തുടർച്ചയായി നോമ്പ് എടുക്കണം. 2 മാസം തുടർച്ച. 60ാമത്തെ ദിവസം നോമ്പ് അങ്ങോട്ട് ഒഴിവായാൽ ഇനി 2 മാസം. ആ 59ന് പിന്നെയും നോമ്പ് മുറിഞ്ഞു. ഇനി 2 മാസം. നടക്കൂല. എങ്ങനെ? മാനേജ്മെന്റ് എന്താണ്? ഭാര്യക്ക് പ്രധാനപ്പെട്ട അഭിപ്രായം അവനാണ് എന്നാണ്. ഫായില് മഫ്ഊലിന് വേണ്ട പ്രധാനപ്പെട്ട അഭിപ്രായം. ഫിദിയകൾ, ഇത്തരം ജിമാഇന്റെ ഫിദിയകൾ അവൾ വിധേയല്ലേ എങ്കിലും അവൾ വഴിപ്പെട്ട് കൊടുത്തതിന്റെ കാര്യത്തിൽ കുറ്റക്കാരിയാകും. എന്തുകൊണ്ട്? ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ലാഹ്. അല്ലാഹുവിനെതിരായ കാര്യത്തിൽ ഒരാൾക്കും വഴിപ്പെടാൻ പാടില്ല. ലൗ കുൻതു ആമുറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ഒരാൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഹബീബ നബി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ നബിയാ പറഞ്ഞിട്ടുണ്ട്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ലാഹ്. ഇന്ന് റമളാനാണ്, അവൾക്ക് ഹൈറുമില്ല, ഈ ഇങ്ങോട്ട് വാ, ഇന്ന് നോമ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കും കാക്കാന്നാ പറയേണ്ടത്. മനസ്സിലായില്ലേ? ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ലാഹ്. അല്ലാഹുവിനെതിരായ കാര്യത്തിൽ ഒരാൾക്കും വഴിപ്പെടേണ്ടതില്ല. കാരണം അവനെ പടച്ചതും അവളെ പടച്ചതും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അത് മുഴുവനും ചെയ്തത് അല്ലാഹുവാണ്. അവനെ സൂക്ഷിക്കേണ്ടത്. നോമ്പ് നാക്കണല്ലോ. പട്ടിണി കിടന്നാൽ എന്താവില്ല. ഇനി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരും, അത് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു ഇൽമിനെ ആഫിയാക്കി തരട്ടെ. ഇതുവരെ പറഞ്ഞ പ്രത്യക്ഷ നിയമങ്ങളാ. പ്രത്യക്ഷ നിയമങ്ങൾ ചെയ്താൽ സ്വഹീഹാകുമേ ഉള്ളൂ, കബൂലായിക്കൊള്ളമെന്നില്ല. സ്വഹീഹ് വേറെ, കബൂല് വേറെ. അവിടെ പ്രശ്നം. സ്വഹീഹ് വേറെ, കബൂല് വേറെ. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാമിന്റെ ഇടയിൽ കൃത്യമായി അമല് കൊണ്ടുവന്നാൽ, വുളു ഉണ്ടെങ്കിൽ നിസ്കാരായി. എന്നാൽ വുളുവിന്റെ വെള്ളം കട്ടെടുത്തതാണെങ്കിൽ കബൂലാവൂല. മനസ്സിലായില്ല? എന്നാൽ പ്രത്യക്ഷത്തിൽ ശറയിൽ ഒരു തെറ്റുമില്ല. കള്ളത്തരത്തിന് കോടതി വേറെ കൊണ്ടുപോകും. എന്നാൽ നമസ്കരിക്കാത്തതിന്റെ പേര് തലവിട്ടൂല. നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്നാൽ അള്ളാന്റെ അടുക്കൽ അമലോട്ട് അമൽ കബൂലാവുകയും, മനസ്സിലായില്ലേ പറഞ്ഞത്? സ്വഹീഹ് വേറെ, കബൂല് വേറെ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഒരു അമല് ചെയ്യാൻ നല്ലത് കഴിക്കണമെന്നുണ്ടോ? ഹറാമ് കഴിച്ച് അമൽ ചെയ്താലും അമല് എന്ന നിലക്ക് സഹീഹാവും. പക്ഷെ എന്താവില്ല.